ഹലോ ഓൾ. അപ്പം നമ്മൾ ലൈം എന്നുള്ള ടോപ്പിക്കായിരുന്നു ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാനുഫാക്ചർ ഓഫ് ഫാറ്റ് ലൈം. ഫാറ്റ് ലൈം എങ്ങനെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാറ്റ് ലൈം മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലൈം സ്റ്റോൺ കളക്ട് ചെയ്യുക. ഓക്കെ, ഫാറ്റ് ലൈം മാനുഫാക്ചർ ചെയ്യാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ലൈം സ്റ്റോൺ, ദെൻ കാൽസിനേഷൻ ഓഫ് ലൈം സ്റ്റോൺ. ലൈം സ്റ്റോണിന് എന്ത് ചെയ്യുക? കാൽസിനേഷൻ ചെയ്യുക. കാൽസിനേഷൻ നമ്മൾ എന്താണെന്ന് നമ്മുടെ ഫസ്റ്റ് ലൈമിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നതാണ് ഹീറ്റിംഗ് ടു റെഡ്നെസ് ഇൻ കോണ്ടാക്ട് വിത്ത് എയർ. ഈ എയറിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? ഈ ലൈം സ്റ്റോണിനെ റെഡ്നെസ് വരെ ഹീറ്റ് ചെയ്യുന്നു, അതിനാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ലേക്കിംഗ് ഓഫ് ബേൺഡ് ലൈം. സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ നമ്മൾ ക്വിക്ക് ലൈമിലോട്ട് ആഡ് ചെയ്ത് അതിന് ക്രാക്ക് ചെയ്യും, സ്വെല്ല് ചെയ്യും, പിന്നെ അത് പൗഡർ ഫോമിൽ ആവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ലേക്കിംഗ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും 3 സ്റ്റെപ്പാണ് ഫാറ്റ് ലൈമിൻ്റെ മാനുഫാക്ചറിനുള്ളത്. അപ്പം കളക്ഷൻ ഓഫ് ലൈം സ്റ്റോണിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എന്താ ലൈം സ്റ്റോൺ കളക്ട് ചെയ്യുക. കാൽസിനേഷൻ ഓഫ് ലൈം സ്റ്റോൺ അത് നമുക്ക് നോക്കാം. ഈ കാൽസിനേഷൻ എന്താണ്? ഹീറ്റിംഗ് ടു റെഡ്നെസ്. അപ്പോൾ അവിടെ നമ്മൾ ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്യൂൽ വേണം അല്ലേ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ചാർക്കോൾ, കോൾ, ഫയർവുഡ് അല്ലെങ്കിൽ കോൾ ആഷസ് ഒക്കെയാണ് നമ്മൾ ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഈ കാൽസിനേഷൻ നമ്മൾ ചെയ്യുന്നത് ക്ലാമ്പിൽ അല്ലെങ്കിൽ കിൻസിലാണ്. ഓക്കെ, ബേണിംഗ് ചെയ്യുന്ന എവിടെയാണ്? ക്ലാമ്പിൽ അല്ലെങ്കിൽ കിൻസിലാണ്. ഇനി ഈ ക്ലാമ്പ് എന്ന് പറഞ്ഞ ഒരു ടെമ്പററി സ്ട്രക്ചറാണ്. കിൽൻ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സ്ട്രക്ചറാണ്. ഈ കില്ലിന് തന്നെ ഇന്റർമീഡിയറ്റും ഉണ്ട്, കണ്ടിന്യൂസ് ക്ലീനും ഉണ്ട്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ക്ലീനും ഉണ്ട്, കണ്ടിന്യൂസ് ക്ലീനും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലാമ്പിനെ പറ്റി നോക്കാം. ക്ലാമ്പ് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ലൈം സ്റ്റോൺ മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ, ഫാറ്റ് ലൈം മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഗ്രൗണ്ട് ലെവലാക്കുക, എന്നിട്ട് അവിടെ ക്ലീൻ ചെയ്യുക, എന്നിട്ട് ലൈം സ്റ്റോണും ഫ്യൂലും ഓൾട്ടർനേറ്റ് ലെയേഴ്സിൽ പ്ലേസ് ചെയ്യുക. ഓക്കെ, അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഒരു ലെയറിൽ നമ്മൾ ലൈം സ്റ്റോൺ ഫില്ല് ചെയ്യുന്നു, ദെൻ അതിന് താഴെയായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നു, ദെൻ എഗെയിൻ ലൈം സ്റ്റോൺ ഫില്ല് ചെയ്യുന്നു, ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നു. ഇതാണ് ഓൾട്ടർനേറ്റ് ലെയേഴ്സിൽ എന്ത് ചെയ്യണം? നമ്മളിത് അറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? ലൈം സ്റ്റോൺ ആൻഡ് ഫ്യൂൽ ആർ പ്ലേസ്ഡ് ഇൻ ഓൾട്ടർനേറ്റ് ലെയേഴ്സ്. ഇനി ഈ ക്ലാമ്പിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ബൈ 3.6 മീറ്റർ ബൈ 3.6 മീറ്റർ ആണ്. എന്നിട്ട് അതിനെ താഴെ നിന്ന് ബോട്ടത്തിൽ നിന്നാണ് ഫയർ ചെയ്യുന്നത്. ഇത് ക്ലാമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ്ങിനാണ്. കുറച്ചൊക്കെ നമുക്ക് മാനുഫാക്ചർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ക്ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാമ്പ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സ്ട്രക്ചർ ആയിരുന്നു. ഇനി അൺഎക്കണോമിക്കൽ ഫോർ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്ങിനാണ്. ഫാറ്റ് ലൈമിന്റെ മാനുഫാക്ചറിങ് ആണെങ്കിൽ ഈ ക്ലാമ്പ് എന്ന് പറയുന്നത് അൺഎക്കണോമിക്കൽ ആണ്. ഇനി ഇവിടെ ഭയങ്കരമായിട്ട് ഹീറ്റ് ലോസ് ഉണ്ടാവും. ഇതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂൽ റിക്വയർഡ് എന്ന് പറയുന്നത് മോർ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലിന്നിനെ പറ്റി നോക്കാം. നമ്മളിപ്പോൾ ക്ലിന്ന് ഇന്റർമീഡിയറ്റ് ക്ലിൻ ഉണ്ടെന്ന് പറഞ്ഞു, കണ്ടിന്യൂസ് ക്ലിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ക്ലിൻ, അതിൽ തന്നെ ഇന്റർമീഡിയറ്റ് ഫ്ലെയിം ക്ലിനും ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഫ്ലെയർ ക്ലിനും ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഫ്ലെയിം ക്ലിൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ലെയറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈം സ്റ്റോണും ഫ്യൂലും അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഫ്ലെയിം ക്ലിൻ. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലൈം സ്റ്റോണും ഫ്യൂലും കോണ്ടാക്റ്റിൽ വരുന്നുണ്ട് അല്ലേ, ഫ്ലെയിം ക്ലിനിൽ. ഇനി ഇത് വഴിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ആ ലൈം സ്റ്റോണിനെ 3 days അതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം? ബേൺ ചെയ്യിക്കാം. ഇനി ഫ്ലെയർ കില്ലിനാണെങ്കിൽ ഫ്യൂൽ ഈസ് നോട്ട് അലൗഡ് ടു കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ലൈം സ്റ്റോൺ. ലൈം സ്റ്റോൺ ആയിട്ട് എന്താണ്? ഫ്യൂല് കോണ്ടാക്റ്റിൽ വരുന്നില്ല. അതാണ് ഫ്ലെയർ കിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഈസി ടു മാനേജ് ആണ്. ഓക്കെ, ഇനി ഇന്റർമീഡിയറ്റ് ക്ലിനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വേസ്റ്റേജ് ഓഫ് ടൈം. ഒരുപാട് വേസ്റ്റേജ് ഓഫ് ടൈം വരും. കാരണം നമുക്ക് എന്താ? ലോഡിംഗ് ഉണ്ട്. അതായത് ഫ്യൂല് ലോഡ് ചെയ്യണം, അതുപോലെ ലൈം സ്റ്റോൺ ലോഡ് ചെയ്യണം, പിന്നെ അതിന് അൺലോഡ് ചെയ്യണം, തണുക്കാനായിട്ട് കുറേ സമയം കൊടുക്കണം. ഇതെല്ലാം എന്താണ്? ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് നമ്മൾ, കണ്ടിന്യൂസ് അല്ല, ഇന്റർമീഡിയറ്റ് അല്ലേ. അപ്പോൾ അവിടെ ഒരുപാട് വേസ്റ്റേജ് ഓഫ് ടൈം വരും. പിന്നെ സപ്ലൈ ഓഫ് ലൈം എന്ന് പറയുന്നത് ഈസ് ഓൾസോ നോട്ട് കണ്ടിന്യൂസ്ലി ഗ്യാരണ്ടി. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലൈം നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല. പിന്നെ മോഡറേറ്റ് സ്കെയിലിൽ ലൈം മാനുഫാക്ചർ ചെയ്യാനാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ക്ലീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്ന കണ്ടിന്യൂസ് ക്ലീൻ. കണ്ടിന്യൂസ് ക്ലീനിലും കണ്ടിന്യൂസ് ഫ്ലെയിം കിന്നും ഉണ്ട്, കണ്ടിന്യൂസ് ഫ്ലെയർ കിന്നും ഉണ്ട്. ഈ ഫ്ലെയിം കിന്നിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ക്യൂബ് പെർ ഡേ ആണ്. ആൻഡ് ഈ ഫ്ലെയിം കിന്നിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അതിന്റെ എന്താണ്? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. പക്ഷെ അതിന്റെ ടോപ്പ് കറക്റ്റ് ഞാൻ വരയ്ക്കാം. അതായത് ഇങ്ങനെ, അതായത് ടോപ്പിലും ബോട്ടത്തിലും ഡയമീറ്റർ കുറവും അതിന്റെ സെൻട്രൽ പോർഷനിൽ കുറച്ച് ഡയമീറ്റർ കൂടുതലായിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് ഈ ഫ്ലെയിം കിന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ സെൻട്രൽ പോർഷൻ നമ്മൾ എന്തിനാണ് വൈഡൻ ചെയ്യിക്കുന്നത് എന്ന് ചോദിച്ചാൽ, വൈഡനിങ് ഓഫ് മിഡിൽ പോർഷൻ ഈസ് ഡൺ ടു അക്കോമഡേറ്റ് ഹോട്ട് ഗ്യാസസ് ഓഫ് കമ്പഷൻ. കമ്പഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ആ ഹോട്ട് ഗ്യാസസിനെ അക്കോമഡേറ്റ് ചെയ്യാനാണ് നമ്മൾ മിഡിൽ പോർഷൻ വൈഡൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്ലെയർ കിന്നാണെങ്കിൽ ഇതിന് 2 സെക്ഷൻ ഉണ്ട്. അപ്പർ സെക്ഷൻ ഉണ്ട്, ലോവർ സെക്ഷൻ ഉണ്ട്. അപ്പർ സെക്ഷനിലാണ് നമ്മൾ ലൈം സ്റ്റോൺ സ്റ്റോർ
സ്റ്റോർ ചെയ്യുന്നത്. ലോവർ സെക്ഷൻ ആണെങ്കിൽ നമ്മൾ ഫാബ്രിക് ലൈനിങ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ഈ രണ്ട് പോയിന്റ്സ് ഇതൊക്കെ പഠിച്ചാൽ മതി ഇതിൽ. ഇനി കണ്ടിന്യൂസ് ബ്ലെൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ടൈമും ഫ്യൂലും നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡറബിളി സേവ് ചെയ്യാം. പക്ഷെ ഇതിന് ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ആണ്. ആൻഡ് മാനുഫാക്ചർ ലൈം ആണ് ലാർജ് സ്കെയിൽ നമുക്ക് ലൈം മാനുഫാക്ചർ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ബ്ലെൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചെന്താണ്, കളക്ഷൻ പഠിച്ചു. കളക്ഷനിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാൽസിനേഷൻ ഓഫ് ലൈം സ്റ്റോൺ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്ലേക്കിംഗ് ഓഫ് ബേൺഡ് ലൈം. സ്ലേക്കിങ്ങിനെ പറ്റിയാണ് നോക്കേണ്ടത്. അപ്പൊ സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ക്വിക്ക് ലൈം, നമുക്ക് ലൈം സ്റ്റോണിനെ ബേൺ ചെയ്ത് കിട്ടുന്ന എന്താണ്, ക്വിക്ക് ലൈം ആണ്. അത് നമുക്ക് സ്ലേക്ക് ചെയ്യാനായിട്ട് നമ്മൾ വെറുതെ അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സ് നമ്മൾ നാച്ചുറൽ സ്ലേക്കിംഗ് അല്ലെങ്കിൽ എയർ സ്ലേക്കിംഗ് എന്ന് വിളിക്കും. ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന ആ ബേണിങ്ങിന് ശേഷം കിട്ടുന്ന ആ ക്വിക്ക് ലൈമിനെ എന്ത് ചെയ്തു, ഞാൻ അറ്റ്മോസ്ഫിയറിൽ വെറുതെ എക്സ്പോസ് ചെയ്ത് വെച്ച് സ്ലേക്ക് ചെയ്യുകയാണ്. അങ്ങനെ തന്നെ നമ്മൾ എന്ത് വിളിക്കും, നാച്ചുറൽ സ്ലേക്കിംഗ് അല്ലെങ്കിൽ എയർ സ്ലേക്കിംഗ് എന്ന് വിളിക്കും. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടു മെത്തേഡ്സ് ഓഫ് സ്ലേക്കിംഗ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ സ്ലേക്കിംഗ് ടു പീസും, പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ സ്ലേക്കിംഗ് ടു പൗഡർ. സ്ലേക്കിംഗ് ടു പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ആ ക്വിക്ക് ലൈമിനെ ഒരു 15 സെന്റിമീറ്റർ ഡെപ്തിൽ ഒരു വുഡൻ അല്ലെങ്കിൽ മേസൺറി ബേസിനിലേക്ക് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ വാട്ടറിൽ സബ്മേർജ് ചെയ്ത് വെക്കണം. ഇനി ഇവിടെ നമ്മൾ എന്തുമാത്രം വാട്ടർ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് എന്നാണ് 2.5 to 3 times വോളിയം ഓഫ് ക്വിക്ക് ലൈം. നമ്മൾ എന്തുമാത്രം ക്വിക്ക് ലൈം ആണോ എത്ര മാത്രം വോളിയം ഓഫ് ക്വിക്ക് ലൈം ആണോ എടുക്കുന്നത്, അതിന്റെ 2.5 to 3 times ആണ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സ്ലേക്കിംഗ് എന്ന് പറയുന്നത് ഒരു 10 minute വരെ ആണ് കംപ്ലീറ്റ് സ്ലേക്കിംഗ് കംപ്ലീറ്റ് ആകാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇതാണ് സ്ലേക്കിംഗ് ടു പേസ്റ്റ്. ഇനി സ്ലേക്കിംഗ് ടു പൗഡറിൽ വീണ്ടും രണ്ട് മെത്തേഡ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ക്വിക്ക് ലൈമിനെ നമ്മൾ എന്ത് ചെയ്യാം, 50 mm സൈസിന് താഴെയായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാം. സോറി, ഇവിടെ ബ്രോക്കൺ ടു ലെസ് ദാൻ 50 mm സൈസ്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ഏരി ചെയ്തിട്ട് അതിനെ വാട്ടറിൽ ഇമേഴ്സ് ചെയ്ത് വെക്കും. ഇതെന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. ഇനി ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, 15 cm ഡെപ്തിൽ ഒരു ലെയർ ആയിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുക. ഓക്കെ, അന്നേരം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ്, അതായത് ഈ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ യൂസ് ടു സ്ലേക്ക് ക്വിക്ക് ലൈം ഒബ്റ്റൈൻഡ് ഫ്രം ഷെൽസിൽ നിന്നും നമുക്ക് ഒബ്റ്റൈൻ ചെയ്യുന്ന ക്വിക്ക് ലൈമിനെ നമ്മൾ സ്ലേക്ക് ചെയ്യാനാണ് നമ്മൾ ഈ രണ്ടാമത്തെ മെത്തേഡ്, സ്പ്രെഡ് ഇൻ ലെയർ ഓഫ് 15 cm ഡെപ്ത് എന്നിട്ട് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഷെൽസിൽ നിന്ന് നമ്മൾ ഒബ്റ്റൈൻ ചെയ്യുന്ന ക്വിക്ക് ലൈമിനെ സ്ലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മാനുഫാക്ചർ ഓഫ് ഫാറ്റ് ലൈം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു പോയിന്റ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, ഒരു പോയിന്റ് നിങ്ങൾ അറിഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നാച്ചുറൽ ഹൈഡ്രോളിക് ലൈം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് കങ്കാറിൽ നിന്നാണ്. നമ്മളിവിടെ ലൈം സ്റ്റോൺ അല്ലേ എടുത്തത്, ലൈം സ്റ്റോൺ ആയിരുന്നു നമ്മൾ ഫാറ്റ് ലൈം മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ നാച്ചുറൽ ഹൈഡ്രോളിക് ലൈം മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് ഏതാണ്, കങ്കാറാണ്. കങ്കാർ എന്ന് പറയുന്ന ഒരു ഇംപ്യൂർ ലൈം സ്റ്റോൺ ആണ്. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, കങ്കാർ എന്ന് പറയുന്ന ഒരു ഇംപ്യൂർ ലൈം സ്റ്റോൺ ആണ്. അപ്പോൾ ഈ കങ്കാറാണ് നമ്മൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് നാച്ചുറൽ ഹൈഡ്രോളിക് ലൈം. ഓക്കെ, അപ്പോൾ ഇത്രയും കൂടി അറിഞ്ഞു വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാനുഫാക്ചറിങ്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ടെസ്റ്റ് ഫോർ ലൈം സ്റ്റോൺ നോക്കാം.